ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഒരുക്കത്തിൻ്റെ ഇടയ്ക്ക് കണ്ണാടിൻ്റെ മുന്നിലുള്ള ഷോയാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. കുറേ ആയി വിചാരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകണം എന്ന്. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ അതിനുള്ള പോകാൻ വേണ്ടി നോക്കണം. അപ്പോൾ നമ്മൾ പോകുന്നത് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിനെ ആ പോകേണ്ട എക്സൈറ്റ്മെൻറ്റിൽ രാവിലെ എണീറ്റിനെ പിള്ളേരെ. അപ്പോൾ അതിൻ്റെ ക്ഷീണമാണ്, രണ്ടാളും ഉറങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ കൽപ്പമ്പിൽ എൻ്റെ വേറൊരു ഫ്രണ്ടിനാണ് കാണുന്നില്ല. കൊടിയും പടിയല്ല. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു. നമ്മൾ വേറെ എവിടെയല്ല, നമ്മളെല്ലാവരും കൂടെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞാൻ 10-12 വർഷമായി നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ഡിഗ്രി ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ നമ്മളങ്ങനെ എത്തി. അപ്പോൾ കുറേ ആയി അവൾ പറയുന്നു വീട്ടിൽ വരണം. ഞാൻ അവരിങ്ങോട്ട് വരുന്നതല്ലാണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി നേരം ഭയങ്കര ട്രീറ്റല്ലായിരുന്നു. വെള്ളവും മാങ്ങയും ബിസ്ക്കറ്റും എല്ലാം തന്ന് പോയപാട് നല്ല പോളിങ് ആയിരുന്നു കേട്ടോ. കുറേ മാങ്ങയെല്ലാം തിന്നിട്ട്. അപ്പോൾ അങ്ങനെ മാങ്ങയെല്ലാം കഴിച്ച് വെള്ളം കഴിച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ചമ്മലെല്ലാം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിള്ളേരെല്ലാം നല്ല ജോളിയാണ് കേട്ടോ. എല്ലാവരും കൂടി കളിയും ചിരിയും അടിപൊളിയായിരുന്നു. അപ്പോൾ അവരെന്നോട് പറയുന്നത് നീ മെലിഞ്ഞു വന്നിട്ടാ പറയുന്നത്. അപ്പോൾ ഞാൻ ഇടക്കാലത്ത് മെലിഞ്ഞായിരുന്നു, വീണ്ടും തടിച്ചില്ല. അപ്പോൾ വീട് മാറിയതിന് ശേഷം ആയിരിക്കും ഞാൻ കുറച്ച് തടിച്ചിലായിരുന്നു. പക്ഷെ അവരിപ്പം പറയുന്നത് നീ മെലിഞ്ഞു, കുറച്ച് മെലിഞ്ഞു. അപ്പോൾ മെലിഞ്ഞു എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം അവൾ തന്നതെല്ലാം നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം കാര്യമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവള് ചിക്കനെല്ലാം ബിരിയാണിക്കുള്ള ചിക്കനെല്ലാം വറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അവൾ നന്നായി കുക്കെല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. പിള്ളേരെല്ലാവരും കൂടി അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഉച്ചയായി. ഉച്ചക്കത്തെ ഫുഡെല്ലാം അവള് എല്ലാം റെഡിയാക്കി ഒളറ്റൊക്കെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ കഴിക്കല നല്ല ഫുഡായിരുന്നു ഉണ്ടാക്കി തന്നത്. ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും വയറുമുട്ട മൂക്കുമുട്ട തിന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ കഴിക്കുമെന്ന് കേട്ടോ. പിള്ളേർക്കാണ് ആദ്യം കൊടുത്തത്. പിള്ളേരെല്ലാം ഒതുക്കി മാറ്റി നിർത്തി നമ്മൾ സമാധാനത്തോടെ കഴിക്കണം. അപ്പോൾ നമ്മൾ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ അടുത്ത് തോടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ തോട് കാണാനും കുളം കാണാനും പോകുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ശരിക്കും നമ്മളിത് പ്ലാൻ ചെയ്ത് വന്നൊരു യാത്രയൊന്നല്ല കേട്ടോ. നമ്മളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒന്നും നമുക്ക് നടക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് വന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളത് മാത്രമേ നടക്കുകയില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് മുൻകൂട്ടി ഒന്നും പ്ലാൻ ചെയ്യണ്ട, നമുക്ക് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് പോവാം. അങ്ങനെയുള്ള തീരുമാനങ്ങളാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടാ. കുളത്തിൻ്റെ അടുത്ത് കാടാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിനെ. കുളമെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ പിന്നെ കാടെല്ലാം വെട്ടി നാട്ടുകാർക്കെല്ലാം വയക്കാമായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണേ തോട്. നമ്മൾ കുളത്തിൽ അങ്ങനെ ഇറങ്ങിയില്ല. കുളത്തിൽ വഴുക്കലുണ്ടാവില്ലേ, മക്കളെയും കൊണ്ട് അങ്ങനെ ഇറക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമ്മൾ പിള്ളേർ തോട്ടിലിറങ്ങി. അങ്ങനെ ആടുന്ന് നമ്മൾ വിട്ട് തിരിച്ചു വരുമ്പോൾ റോട്ടും വന്ന് നമ്മൾ റീലെല്ലാം എടുത്തേ. റീലെല്ലാം ഒരുപാട് പ്രാവശ്യം എടുത്തെടുത്ത് ഒരുപാട് ലാസ്റ്റ് ഒരു പ്രാവശ്യം ശരിയായി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ചായ വെച്ച് ചായയെല്ലാം കുടിച്ച് അവിടെ വെച്ച എല്ലാ സംഭവങ്ങളും നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. പ്ലേറ്റെല്ലാം കാലിയാക്കി. എന്നിട്ട് നമ്മൾ അപ്പോൾ തിരിച്ചു വരുമ്പം ശ്രീകല പറഞ്ഞാണ് ഞാനും കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഓളെ വീട് ഞാൻ വരുന്ന വഴിക്കാണ്. അപ്പോൾ അങ്ങനെ ഓളും വന്നേ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ടൗണിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടീനെ. ഇത് ഓളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ആ ഓട്ടോയിൽ നമ്മളെല്ലാവരും കൂടെ കയറി. എല്ലാവരും കൂടി എങ്ങനെയല്ലോ കൊണ്ടുവന്ന് പറയാം. മര്യാദയ്ക്ക് ആ ഓട്ടോ കയറുന്നതും കൂടി ഉണ്ടായിട്ടില്ല. അത് നമ്മൾ പറഞ്ഞ് ചിരിക്കുമെന്ന് കേട്ടോ.
അപ്പോൾ അങ്ങനെ ടൗണിലെത്തി, തളിപ്പറമ്പ് ടൗണിലെത്തി കേട്ടോ. അങ്ങനെ ശാലുവിനെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് ആ ഓട്ടോയിൽ കയറ്റി വിടുന്നു. അപ്പോൾ ഓളങ്ങ് പോകുന്നു. അങ്ങനെ ഞാനും ശ്രീകലയും നമ്മളെ മക്കളും കൂടെ നമ്മൾ ബസ്സിൽ കയറി. നമ്മളിങ്ങനെ ഞാനും സ്ത്രീകളും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഓളെ സ്റ്റോപ്പെത്തി, ഓളിറങ്ങി. തിരിച്ച് ഞാൻ ശ്രീകണ്ഠാപുരത്ത് ഇറങ്ങി. ശ്രീകണ്ഠാപുരത്ത് നിന്ന് എനിക്ക് സ്റ്റേറ്റ് ബസ്സാണ് കിട്ടിയത്. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റിൽ കയറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ബസ്സിലും കയറി. നമ്മൾ സ്റ്റോപ്പെത്തി, നമ്മളും ഇറങ്ങി. പിള്ളേർക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നു മുഖെല്ലാം കണ്ട് വേഗം തിരിച്ചു വന്നുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.